ബുദ്ധിമുട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഫോട്ടോ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തോ ആയുധങ്ങളായിട്ട് എടുത്തിട്ട് ചിലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് മുഖത്ത് അടയാളങ്ങളൊക്കെ വന്നപ്പോൾ അവൾ ഫ്രണ്ട്സിനോട് പറഞ്ഞത് വേറെന്തോ റീസണാണ് പറഞ്ഞത്. എന്തായാലും അത് പറയില്ലല്ലോ. അപ്പോൾ പിന്നെ അവൾ എന്തായാലും സ്വയം ചെയ്യില്ല, എന്താ പറയുക, ചെയ്യാനുള്ളതില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാപ്പ ഒരു മാസം മുമ്പ് ഇപ്പം പോയത്. പിന്നെ ഓൾറെഡി പഠിക്കുന്നത് ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ മരിക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് എൻ്റെ വൈഫിന് മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു 4 മണിക്കൂർ മുമ്പ് ലൈവിലൊക്കെ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് മുന്നേ ഒരു 2 കൊല്ലം മുമ്പ് ഇവരെ രണ്ടാളെ ഞാൻ കാണുകയും ചെയ്തതാണ്. കാണുക അറിയുക, നമ്മൾ ഫസ്റ്റ് കണ്ടാലൊരു ഇത് പറയല്ലോ, ഒരു വാണിംഗ് കൊടുക്കില്ല, ആ രീതിയിൽ ഒഴിവാക്കിയതാണ്. പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലാണ് അറിയുന്നത്. 24-ാം തീയതി നാട്ടിൽ കോഴിക്കോട് എത്തിയിരുന്നു. അങ്ങനെ അവൻ്റെ ഒപ്പരായെന്ന് പറഞ്ഞത്. ഇല്ല, അറിയില്ല. 24 ഓണത്തിൻ്റെ വെക്കേഷനിൽ വന്നതാണെന്നാണ് പറഞ്ഞത്. ഇയാൾ തന്നെയാണ്. ഇയാൾ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എന്താ പറഞ്ഞത്, എൻ്റെ വൈഫാണെന്നാണ് പറഞ്ഞത്. പിന്നെ മാറ്റി പറഞ്ഞത് പിന്നെ ലവറാണെന്നാണ് പറഞ്ഞത്. പിന്നെ സ്ഥലവും എന്തോ മാറ്റി പറഞ്ഞ്. അവനോട് അന്ന് പറഞ്ഞത് നമ്മൾ എലത്തൂരാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തോ കണ്ണാടിക്കൽ അങ്ങനെ എന്തോ പറഞ്ഞത്. കോഴിക്കോട് തന്നെയാണ്. എന്തോ ജിമ്മിൽ ട്രെയിനിങ് ആയിട്ടാണ് നിൽക്കുന്നത്, നമ്മുടെ എരണിപ്പാലത്തങ്ങനെ. കൊണ്ടുവരുമ്പോൾ ജീവനുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് മരിച്ചത്.